കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. മെഡിക്കൽ കോളേജിലെ നടന്ന റാഗിംഗ് സംഭവത്തിൽ 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നിയോഗിച്ച 5 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് നടപടി. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്നാണ് പരാതി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ നടപടി ഉണ്ടായതെന്ന് അറിയുന്നു. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്താണ് ഇതേക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഒരു മാസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ്, അതായത് കോഴിക്കോട് ജില്ലയുടെ പുറത്തു നിന്നും കോഴിക്കോട് എത്തി ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒന്നാം വർഷ MBBS വിദ്യാർത്ഥികളാണ് കോളേജ് പ്രിൻസിപ്പൾക്ക് പരാതി നൽകിയത്. ഈ പ്രിൻസിപ്പൽ ഒരു 5 അംഗ സമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. ഈ അന്വേഷണ സമിതി നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. കോളേജിൽ ഹോസ്റ്റലിൽ വെച്ചാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികളെ 2ാം വർഷ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതെന്നാണ് കണ്ടെത്തലിൽ ഉള്ളത്. ഈ മാനസികമായും ശാരീരികമായുമുള്ള പീഡനങ്ങൾ ഈ 2ാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായി എന്നാണ് ഈ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി. റാഗിംഗ് നിരോധന നിയമപ്രകാരം അത്തരത്തിലാണ് നടപടിക്രമങ്ങൾ. ആദ്യം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണ സമിതി ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുകയും പിന്നീട് കുറ്റം നടന്നു എന്ന് കണ്ടെത്തിയാൽ അത് പോലീസിന് കൈമാറുകയും ചെയ്യണം. എന്തായാലും ഇന്ന് പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 11 MBBS വിദ്യാർത്ഥികളെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്ന കേസിലാണ് ഇപ്പോൾ 11 MBBS വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ.